എല്ലാവർക്കും നമസ്കാരം. ഫ്രീഡം സ്പീക്കിന്റെ മറ്റു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്കയിലെ രണ്ടാമതും ഇലക്ട് ചെയ്യപ്പെട്ട ഡൊണാൾഡ് ട്രംപിന്റെ അദ്ദേഹം ഭരണത്തിലേറി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ വളരെ ചെറിയ സമയത്തിനുള്ളിൽ ചെയ്യുകയുണ്ടായി. അപ്പൊ അതിനെ പറ്റിയിട്ട് പല ആൾക്കാരെ അഭിപ്രായപ്പെടുന്നത് അദ്ദേഹത്തിന് എതിരഭിപ്രായം ഉള്ളവർക്ക്, പ്രത്യേകിച്ചും മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് പോലും അദ്ദേഹം ചെയ്യുന്ന പല തീരുമാനങ്ങൾക്കെതിരെയും പ്രതികരിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ്. അത്ര വേഗത്തിലാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യത്തെ പറ്റി പ്രതികരിക്കാനായിട്ട് ആൾക്കാർ തയ്യാറായി വരുമ്പോഴത്തേക്ക് അടുത്ത അടി കിട്ടുന്ന രീതിയിലേക്ക് അടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നു. അദ്ദേഹം ഈ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഏകദേശം 50ഓളം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള പ്രസംഗങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ മറ്റ് അഭിപ്രായങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പല വിവാദ വിഷയങ്ങളും, ജെൻഡർ സംബന്ധിച്ചുള്ള കാര്യം, താരിഫ്, ഇസ്രായേൽ പാലസ്തീൻ വിഷയങ്ങൾ, ഇമിഗ്രേഷൻ പോളിസി, അതുപോലെ എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, അങ്ങനെ എല്ലാ തരത്തിലും ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടും പലതരത്തിലുള്ള ഡിസ്കഷൻസ്. അപ്പൊ ഈ നമ്മൾ ഇതിൽ അനുകൂലിക്കുന്ന എന്തൊക്കെ വിഷയങ്ങളാണ്, അല്ലെങ്കിൽ ചില തീരുമാനങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതിന്റെ പ്രശ്നങ്ങൾ എന്താണ്, ഗുണങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളോടൊപ്പം ഇന്നുള്ളത് രോഹിത്തും വിഷ്ണുവാണ്. നമസ്കാരം രോഹിത്. നമസ്കാരം വിഷ്ണു. ഞാൻ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും നമ്മളുടെ ഒരു ചാനലുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിഷയത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ചും താരിഫിന്റെ കാര്യത്തിൽ നമുക്കറിയാം, നമ്മൾ ഫ്രീ മാർക്കറ്റിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരു ലിബറട്ടേറിയൻ പെർസ്പെക്റ്റീവില് നമ്മൾ എപ്പോഴും എതിർക്കുന്ന ഒരു സംഭവമാണ് താരിഫ് എന്ന് പറയുന്ന സംഭവം. എല്ലാം ഫ്രീ ആയിരിക്കണം, എല്ലാ ട്രേഡും ഫ്രീ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ട്രംപിന്റെ കൂടെ കയറിയ ആളുകളാണെങ്കിലും ഫ്രീ മാർക്കറ്റിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും വിവേക് രാമസ്വാമി പോലെ ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ ഈ ചാനലിൽ വിവേകിന്റെ പോളിസീസിനെ പറ്റിയിട്ടും വിവേക് പറയുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടൊക്കെ. അപ്പൊ നമ്മൾ ഒന്നും പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. താരിഫിനെ പറ്റിയിട്ട് പറയുമ്പോഴും ഒക്കെ നമ്മൾ താരിഫ് ഏർപ്പെടുത്താൻ പാടില്ല. പക്ഷെ ചൈനയുടെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ ട്രംപ് വന്നതിന് ശേഷം താരിഫിനെ പറ്റിയിട്ടൊക്കെ പറയുന്നു. അപ്പൊ എന്താണ് അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം? വിഷ്ണുവിൽ നിന്ന് തുടങ്ങാം. നമസ്കാരം അഭിലാഷ്. ഇപ്പം നമ്മുടെ ട്രംപ് 2.0 ഇപ്പം ജനുവരി 20-നാണ് ട്രംപ് അധികാരമായിട്ടത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് തന്നെ അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഓരോ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. അപ്പം അതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ താരിഫിന്റെ കാര്യമാണ്. ട്രംപിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത് മാഗ അല്ലെങ്കിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളൊരു അജണ്ടയാണ് ട്രംപ് പുഷ് ചെയ്യുന്നത്. അപ്പം ട്രംപിന് അമേരിക്ക എന്ന് പറയുന്നത് പണ്ട് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. ഇപ്പം ട്രംപ് അതിനെ വീണ്ടും ഗ്രേറ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കക്കാർക്ക് ഏറ്റവും സുഖകരവും സൗകര്യപ്രദവുമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് വരുന്നത് എന്നുള്ളതാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അപ്പം അതിനുവേണ്ടിയാണ് അതിനുവേണ്ടി ട്രംപിന്റെ ഒരു വലിയൊരു പോളിസിയാണ് താരിഫ് ഏർപ്പെടുത്തുക എന്നുള്ളത്. കാരണം അത് അമേരിക്കൻ നാറ്റീവ്സ് ആയിട്ടുള്ള ആളുകളെ സംരക്ഷിക്കും എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അപ്പം അതിനുവേണ്ടി ട്രംപ് പുറത്തുനിന്നുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കോമ്പറ്റീഷനിൽ നിന്നും ആളുകളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അമേരിക്കക്കാർക്ക് കൂടുതൽ ബിസിനസ് ഉണ്ടാക്കുകയും അമേരിക്കയിലുള്ള സംരംഭകർക്കും അമേരിക്കയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ മറ്റേ പുറമേ നിന്നുള്ള രാജ്യങ്ങളിലെ ആളുകളുടെ കോമ്പറ്റീഷൻ എത്താതെ തന്നെ അവർക്ക് ഒരു സംരക്ഷണം കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് താരിഫ് പ്രധാനമായിട്ടുള്ളത്. അപ്പം അതുവഴി അമേരിക്കയിൽ കൂടുതൽ ജോലികളൊക്കെ അമേരിക്കയിൽ തന്നെ ഉണ്ടാക്കുക. അതേപോലെ തന്നെ അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ്, നമുക്കറിയാം അമേരിക്ക എന്ന് പറയുന്നത് ഒരുപാട് രാജ്യങ്ങളായിട്ട് ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള ഒരു രാജ്യമാണ്. അപ്പം അമേരിക്ക അത്രയും വലിയൊരു ട്രേഡ് ഡെഫിസിറ്റിൽ പോകുന്നത് ട്രംപ് ആക്ച്വലി ഒരു മോശം കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പം ആ ട്രേഡ് ഡെഫിസിറ്റ് മറ്റു രാജ്യങ്ങളായിട്ടുള്ള ഉയർന്ന ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കുക, അതുപോലെ തന്നെ നാറ്റീവ് അമേരിക്കൻസിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ട്രംപ് ഈ താരിഫുകളൊക്കെ ഏർപ്പെടുത്തിയത്. ഈ അടുത്ത് ട്രംപ് മെയിനായിട്ട് താരിഫ് ഏർപ്പെടുത്തിയത് പ്രധാനമായിട്ടും 3 രാജ്യങ്ങൾക്കെതിരെയാണ്. അത് ഒന്ന് ചൈന, ഒന്ന് കാനഡ, ഒന്ന് മെക്സിക്കോ. അപ്പം ചൈനയിൽ അറൌണ്ട് 10% താരിഫ്, എനിക്ക് കൃത്യമായിട്ടുള്ള ഫിഗർ ഓർമ്മയില്ല, എന്നാലും ചൈനയിൽ അറൌണ്ട് 10% ഇതൊരു ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന എല്ലാ വസ്തുക്കൾക്കും ഒരു 10% താരിഫും, പിന്നെ കാനഡ മെക്സിക്കോയിൽ പ്രധാനമായിട്ട് 25% താരിഫും, അങ്ങനെയാണ് എക്സിക്യൂട്ടീവ് പറയുന്നത് തോന്നുന്നു. അപ്പം അതേപോലെ തന്നെ ഇനി ഭാവിയിൽ യൂറോപ്യൻ യൂണിയനായിട്ടും ഇതേപോലെ ട്രംപ് താരിഫ് ഏർപ്പെടുത്താൻ പോവുകയാണെന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം പ്രധാനമായിട്ട് ട്രംപ് ആർഗ്യൂ ചെയ്യുന്നത്, അവരോട് പറയുന്നത്, നിങ്ങൾ അമേരിക്കയായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കൂ, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ വാങ്ങൂ, എന്നാൽ മാത്രമേ അമേരിക്കയിലേക്ക്
എക്സ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഉയർന്ന താരിഫ് ഏർപ്പെടുത്തും. ഇതാണ് ട്രംപിന്റെ വാദം. അപ്പം നമുക്കറിയാം ഈ വാദങ്ങൾ വന്ന ഉടനെ തന്നെ തിരിച്ച് മറ്റു രാജ്യങ്ങളും വെറുതെ ഇരിക്കില്ല, അവരും തിരിച്ച് ഇതേപോലെ തന്നെ അമേരിക്കയോട് പ്രതികരിക്കും. അപ്പം സംഭവിക്കാൻ പോകുന്നത് മറ്റു രാജ്യങ്ങളും അമേരിക്കയിൽ നിന്ന് വരുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് വീണ്ടും താരിഫ് ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം അമേരിക്ക ചൈനയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഒക്കെ വരുന്ന സാധന സേവനങ്ങൾക്ക് അമേരിക്ക താരിഫ് ഏർപ്പെടുത്തി. താരിഫ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ടാക്സ് തന്നെയാണ്. കാരണം അവിടെയുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് അമേരിക്കയിലേക്ക് വരുന്ന സാധന സേവനങ്ങൾക്ക് ഒരു എക്സ്ട്രാ നികുതി ചുമത്തുന്നതിന് പേരാണ് നമ്മൾ താരിഫ് എന്ന് പറയുക. അപ്പം അമേരിക്കയിലേക്ക് വരുന്ന സാധനങ്ങൾക്ക് അമേരിക്കൻ ഗവൺമെന്റ് ടാക്സ് ചുമത്തുമ്പം തിരിച്ച് അതിനുള്ള പ്രതികാര നടപടി എന്നോണം ബാക്കിയുള്ള രാജ്യങ്ങളും അങ്ങോട്ടും താരിഫ് ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പം ചൈന അതിനെതിരെ പ്രതികരിച്ചത് ഈ ഗൂഗിളിനെതിരെ ഒരു ആന്റി ട്രസ്റ്റ് ആയിട്ട് പ്രോബ് പ്രഖ്യാപിച്ചുകൊണ്ടും, അതുപോലെ തന്നെ ഒരുപാട് US എന്റിറ്റികളെ അൺറിയലബിൾ ആയിട്ടുള്ള എന്റിറ്റീസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെയാണ്. അപ്പം അതുപോലെ തന്നെ ഉയർന്ന താരിഫുകൾ ചൈന ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പം മെക്സിക്കോയും കാനഡയായിട്ട് അവരും ഇതിനെതിരെ പ്രതികരിച്ചപ്പം മെക്സിക്കോയും കാനഡയായിട്ട് ആക്ച്വലി എന്തോ താരിഫ് അവര് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചാണ്. ഈ ട്രേഡ് വാർ ഇപ്പൊ താൽക്കാലികമായിട്ട് ട്രംപ് നിർത്തിവെച്ചതാണ്. പക്ഷെ മുന്നോട്ട് അമേരിക്കന്റെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചാൽ മാത്രമേ ഇത് താരിഫ് ഏർപ്പെടുത്താതിരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ട്രംപിന്റെ വാദം. ഇപ്പം ഈ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മള് ഈ താരിഫ് ഏർപ്പെടുത്തിയത് അമേരിക്കൻ വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനെന്നുള്ള രീതിയിലാണെങ്കിൽ കൂടെയും ഇപ്പം ഈ പറഞ്ഞ പോലെ മെക്സിക്കോയുടെ കാര്യത്തിലാണെങ്കിലും കാനഡയുടെ കാര്യത്തിലാണെങ്കിലും ട്രംപ് ഒരു മാസത്തേക്ക് ഈ താരിഫ് പോസ് ചെയ്തിട്ടുണ്ട്. മാർച്ച് വരെ താരിഫ് താൻ പോസ് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് പുതിയൊരു എക്സിക്യൂട്ടീവ് ഓർഡറും കൂടെ ഇറക്കിയിട്ടുണ്ട്. അതിന് അദ്ദേഹം അതിൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്സിക്കോ ആണെങ്കിലും കാനഡയിലാണെങ്കിലും അപ്പം അവിടുത്തെ ഇല്ലീഗൽ ഇമിഗ്രേഷൻ തടയാൻ വേണ്ടിയിട്ട് അവരുടെ ആർമി യൂസ് ചെയ്യാമെന്ന് രണ്ട് രാജ്യങ്ങളും സമ്മതിച്ചു. അപ്പം അത് എങ്ങനെയുണ്ടെന്ന് നോക്കും. അത് കൃത്യമായി പോവുകയാണെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് അത് തടയാൻ പറ്റുന്നുണ്ടെങ്കിൽ താരിഫ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ എക്കണോമിക് പോളിസി എന്നതിന്റെ അപ്പുറം നമ്മൾ ട്രംപ് എപ്പോഴും പറയാൻ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ പറഞ്ഞ പോലെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതും അവിടുത്തെ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യണം, അമേരിക്കയെ മറ്റുള്ള എല്ലാ രാജ്യങ്ങളും ചൂഷണം ചെയ്യുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഈ മെക്സിക്കോയുടെയും കാനഡയുടെയും കേസിൽ ഈ ഒരു മാസത്തേക്ക് ഇത് പോസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കൂടുതൽ ഒരു പൊളിറ്റിക്കൽ ടൂള് പോലെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മെക്സിക്കോയ്ക്കെതിരെയും കാനഡയ്ക്കെതിരെയും. കാരണം അവര് അവിടുത്തേക്ക് ആൾക്കാരെ സൈനികരെ അവിടെ നിയമിക്കാമെന്ന് ഉറപ്പ് കൊടുത്തപ്പോൾ രണ്ടിടത്തും നിന്നുള്ള താരിഫ് തൽക്കാലത്തേക്ക് ട്രംപ് നിർത്തിവെച്ചു. ചൈനയുടെ കാര്യത്തിലാണെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ പോലത്തെ അതിനകത്തൊരു ട്രേഡ് വാർ എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നു അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. ഇപ്പൊ പറഞ്ഞ പോലെ കാനഡയും ഇതേപോലെ തിരിച്ച് വിഷ്ണു പറഞ്ഞതുപോലെ ഈ ഒരു പ്രതികാര നടപടി എന്നുള്ളത് പോലെ അവരും ഇത് വെച്ചിട്ടുണ്ട്, താരിഫ് വേണമെന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയില്ല. ഇനിയിപ്പം തുടർന്നും കാനഡയ്ക്കും മെക്സിക്കോയ്ക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഈ പറഞ്ഞ യൂറോപ്യൻ യൂണിയനിലും ഒക്കെ അമേരിക്ക അത് ചെയ്യുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ചൈനയുടെ കാര്യത്തിൽ എന്തായാലും നമുക്കത് പ്രതീക്ഷിക്കാം. അപ്പൊ ചൈന എന്ത് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും. കാരണം ചൈനയ്ക്കും കൺട്രോളുള്ള പല ഏരിയാസ് ഉണ്ട്. പിന്നെ വിഷ്ണു പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ തിരിച്ച് മറ്റു രാജ്യങ്ങളും താരിഫ് ഏർപ്പെടുത്തുന്ന പോലെ തന്നെ വിഷ്ണു അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം സൂചിപ്പിച്ചല്ലോ, താരിഫ് എന്ന് പറയുന്നത് ടാക്സ് ആണെന്നുള്ള കാര്യം. അത് പല ആൾക്കാരും ഓർക്കാറില്ല, അല്ലെങ്കിൽ അത് മറന്നു പോകുന്ന ഒരു കാര്യമാണ്. അത് ആ ടാക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുവിന് നമ്മൾ താരിഫ് ഏർപ്പെടുത്തുമ്പോൾ അത് അവസാനമായിട്ട് എത്തുന്നത് കൺസ്യൂമറിന്റെ പോക്കറ്റിൽ നിന്നുള്ള പൈസയാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളത്. അതായത് ഇപ്പൊ അമേരിക്കയിലെ കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്ന് പോകുക എന്ന് പറയുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാൻ വഴിയില്ല. അതിപ്പോ അവർ ആലോചിക്കില്ല. അവര് ചൈനയ്ക്ക് മേൽ താരിഫ് ഏർപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നതെങ്കിലും അവസാനം ചെന്നെത്തുന്നത് അത് അമേരിക്കക്കാരുടെ പോക്കറ്റിൽ നിന്നും പൈസ പോകുന്നു എന്നുള്ള രീതിയിലേക്കാണ് അല്ലെ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പം താരിഫ് നമ്മൾ പറഞ്ഞു, താരിഫ് ഒരു ടാക്സ് ആണെന്നുള്ളത്. ഇപ്പം താരിഫിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് ഏത് കൺട്രിയാണോ, ഏത് രാജ്യമാണോ അവർ എക്സ്പോർട്ട് ചെയ്യുന്നത്, ആ സാധന സേവനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത്, ആ രാജ്യത്തിന് ഏൽക്കുന്ന ഒരു വലിയ അടിയാണ് താരിഫ്. അതല്ലാതെ സ്വന്തം രാജ്യത്തുള്ള ആളുകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ് താരിഫ് എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ ആദ്യമായിട്ട് മനസ്സിൽ വരും. പക്ഷേ സത്യം എന്താണ്, അവിടെയും നടക്കുന്നത് ആക്ച്വലി നമ്മൾ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ ഒരു വളണ്ടറി ട്രാൻസാക്ഷൻ ആണ് അല്ലെ. ഇപ്പം താരിഫിന്റെ കേസിലായാലും ഇപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മളൊരു സാധനം വാങ്ങുക എന്ന് പറയുമ്പോൾ അമേരിക്കക്കാരന് ആ സാധനം ഈ ബാക്കിയുള്ള അമേരിക്കക്കാർ ആരും കൊടുക്കാത്തതിനേക്കാളും മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും മറ്റുള്ള രാജ്യക്കാർ കൊടുക്കുന്നതുകൊണ്ടാണ് അമേരിക്കക്കാരൻ വേറെ രാജ്യത്തുള്ള വസ്തുക്കൾ വാങ്ങുന്നത്. അല്ലെങ്കിൽ അമേരിക്കയിലുള്ള സാധനം തന്നെ അമേരിക്കക്കാരൻ വാങ്ങരുത്. അപ്പം മികച്ച സാധനങ്ങൾ അമേരിക്കക്കാരന് ലാഭം ഉണ്ടാവുന്ന ഒരു
അവസ്ഥയാണ് ഇപ്പൊ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളിപ്പം ഗ്ലോബലൈസേഷൻ വേണമെന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വാദിക്കുന്നത്. കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും കോമ്പറ്റീഷൻസും ഒക്കെ മറ്റു രാജ്യങ്ങളും കൂടെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്. അപ്പം വേറൊരു രാജ്യത്ത് നിന്ന് മികച്ച ക്വാളിറ്റി ആയിട്ടുള്ള സാധനം അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്തുള്ള ആളുകൾക്കും ഗുണപ്രദമാണ്. അതായത് ആ ട്രേഡിൽ ഏർപ്പെടുന്ന രണ്ട് പാർട്ടീസിനും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ട്രേഡ് നടക്കുക എന്നുള്ളത്. അപ്പൊ താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ട്രേഡ് നടക്കാനുള്ള സാധ്യത പരിമിതപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ആ താരിഫ് ഏർപ്പെടുത്തുന്ന രാജ്യത്തിന് മാത്രമല്ല, അമേരിക്കയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്കും ഒരുപോലെ നഷ്ടം വരുത്തുന്ന സംഗതിയാണ്. പ്രത്യേകിച്ചും ഈ താരിഫ് എന്ന് പറയുന്നത് ഇപ്പൊ അമേരിക്കയിൽ ഏർപ്പെടുന്ന താരിഫ് ആയാലും പ്രധാനമായിട്ടും സ്റ്റീല്, അലൂമിനിയം, കോപ്പർ അങ്ങനെ അങ്ങനെയുള്ള മിക്കവാറും നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സ്, അതായത് ഒരു അമേരിക്കയിലുള്ള സംരംഭകര് അത് റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കക്കാർക്ക് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ക്യാപിറ്റൽ ഗുഡായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കൂടുതലായിട്ടും താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? അമേരിക്കയിലുള്ള സംരംഭകർ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ കോസ്റ്റ് വരും. അപ്പൊ അവർക്ക് അവരുടെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് കുറയാണ് ചെയ്യുന്നത്. അവരുടെ സാധനങ്ങൾ വിൽക്കാൻ പറ്റിയ ഒരു പ്രൈസ് ഉണ്ടാവും. ആ പ്രൈസിലും അവർക്ക് ഉണ്ടാവുന്ന കോസ്റ്റും ഉപയോഗിച്ചുള്ള ഒരു ഡിഫറൻസ് ഉപയോഗിച്ചിട്ടാണ് അവർക്ക് ലാഭം വരുന്നത്. അപ്പൊ ആ ലാഭം കുറയാണ് ചെയ്യുന്നത്, കാരണം അവരുടെ കോസ്റ്റ് കൂടുന്നു. ഇപ്പോൾ ഉള്ള ആളുകൾക്ക് കൂടുതൽ താരിഫ് ഏർപ്പെടുത്തുമ്പം ഈ അമേരിക്കയിലുള്ള സംരംഭകനാണ് അതുവഴി നഷ്ടം ഉണ്ടാകുന്നത്. കാരണം അയാൾ കൂടുതൽ പൈസ കൊടുത്തിട്ടാണ് ഈ സാധനം വാങ്ങേണ്ടി വരുന്നത്. അപ്പൊ അയാൾക്ക് ആ ഒരു കോസ്റ്റ് വഹിക്കേണ്ടി വരികയാണ്. അപ്പൊ അയാൾ ആ കോസ്റ്റ് വഹിക്കേണ്ടി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം നമുക്കറിയാം, ഒരുപാട് സംരംഭകർ അമേരിക്കയിൽ എത്തുന്നുണ്ടെങ്കിൽ അവർ പല ആളുകളും വ്യത്യസ്തമായിട്ടുള്ള കഴിവുള്ള ആളുകളുമായിരിക്കും. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വരുമ്പം ഈ ഒരു മാർജിൻ എന്ന് പറയുന്നത് പല ആളുകൾക്കും പലതായിരിക്കും. ചില വലിയ വലിയ കമ്പനികൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം കുഷൻ ഉണ്ടാവും, ഒരു അത്യാവശ്യം വലിയ പ്രോഫിറ്റ് മാർജിനിൽ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത് വരും. പക്ഷെ എന്നാൽ ചെറിയ ചെറിയ ട്രേഡേഴ്സിന് അല്ലെങ്കിൽ ചെറിയ ചെറിയ സംരംഭകരുടെ കാര്യം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അവർ വളരെ ചെറിയ മാർജിനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ ചെറിയ മാർജിനിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കോസ്റ്റ് അഡീഷണൽ ആയിട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ബാധ്യതയാണ്. അപ്പൊ അങ്ങനെ ബാധ്യത വരുന്ന കുറച്ച് ആളുകളെങ്കിലും ഈ സംരംഭത്തിൽ നിന്ന് നിർത്തിപ്പോകാനാണ് സാധ്യത കൂടുക ഈ താരിഫ് വരുമ്പോൾ. അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ കുറയ്ക്കും. സാധാരണ ഈ താരിഫ് ഇല്ലാത്ത അവസ്ഥയിൽ അവർ എന്തൊക്കെ ചെയ്യുമായിരുന്നു, അതിനെക്കാട്ടും കുറഞ്ഞ അളവിൽ മാത്രമേ അവർ പ്രൊഡക്ഷൻ നടത്തുള്ളൂ. അപ്പൊ അങ്ങനെ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അവരുടെ ഈ നമ്മുടെ അമേരിക്കയിൽ ആ സാധനത്തിനുള്ള സപ്ലൈ കുറയുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ സപ്ലൈ കുറയുകയും പക്ഷെ എന്നാൽ ഡിമാൻഡ് പഴയ പോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് സാധനത്തിന് അവർക്ക് വില കൂടുന്നത്. ഇപ്പം നമ്മൾ താരിഫ് ഏർപ്പെടുത്തുമ്പോൾ ഡയറക്റ്റ് ആയിട്ടല്ല ആക്ച്വലി താരിഫ് ഇപ്പം ഒരു 10% താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ഏത് സാധനത്തിനാണ് താരിഫ് ഏർപ്പെടുത്തിയത് അതിന്റെ പ്രൈസിൽ പ്രതിഫലിപ്പിക്കുകയല്ല ചെയ്യുക. അത് ഇങ്ങനെ ഈ സപ്ലൈയിൽ ഈ ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന വഴി അവരുടെ സപ്ലൈ കുറയുന്നത് കൊണ്ടാണ് സാധനങ്ങൾക്ക് വില കൂടുന്നത്. ഓക്കെ, അങ്ങനെ താരിഫ് ഏർപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ ഈ ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയുന്നതുകൊണ്ട് ഈ സപ്ലൈ കുറയുകയും സാധനത്തിന്റെ വില അമേരിക്കൻ കൺസ്യൂമേഴ്സിന് തന്നെ ഉയർന്ന വില കൊടുത്ത് സാധനം വാങ്ങേണ്ട അവസ്ഥയാണ് വരുന്നത്. അപ്പം അമേരിക്കയിലുള്ള എല്ലാ കൺസ്യൂമേഴ്സിനും ഈ താരിഫ് കൊണ്ട് ഹേർട്ട് ആവുന്നുണ്ട്. അതായത് നമ്മൾ പുറമേ നിന്നുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് ഹേർട്ട് ആവുന്നതെന്ന് വിചാരിക്കും, എന്നാൽ അമേരിക്കയിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ പുറമേ ഉള്ള ആളുകൾ രണ്ട് കൂട്ടർക്കും നഷ്ടം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഈ താരിഫ് എന്ന് പറയുന്നത്. ഈ താരിഫിന്റെ മറ്റൊരു വാദം എന്ന് പറയുന്നത് ഈ താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ അമേരിക്കൻ പ്രൊഡ്യൂസേഴ്സ് ഈ അമേരിക്കയിൽ തന്നെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറാവുന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിലും ഈ താരിഫിന്റെ എഫക്ട് അവിടെ തന്നെ നിലനിൽക്കുന്നുള്ളതാണ് വസ്തുത ആക്ച്വലി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അമേരിക്കയിൽ ഇപ്പം സ്റ്റീലിന്റെ ഒരു 10% താരിഫ് കൂട്ടി നിൽക്കുക. അപ്പം അമേരിക്കയിൽ പുറമേ നിന്ന് വരുന്ന സ്റ്റീലിന്റെ ഒരു ക്വാണ്ടിറ്റി ഏകദേശം ഒരു 10% കുറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അമേരിക്കൻ ഉള്ളിലുള്ള പ്രൊഡ്യൂസേഴ്സിന് ഈ കോമ്പറ്റീഷൻ കുറഞ്ഞുകൊണ്ട് അവർ ചിലപ്പോൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തെന്ന് വരും. പക്ഷെ അങ്ങനെ അവരെ എങ്ങനെയാണ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അവര് നിലവിലുള്ള റിസോഴ്സ് അവർ മറ്റു പല സ്ഥലത്തും ഡിപ്ലോയ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഇപ്പം അപ്പൊ ഇനി താരിഫ് ഏർപ്പെടുത്തിയതുകൊണ്ട് തന്നെ അവർക്ക് ഈ അലൂമിനിയം ബിസിനസ് ലാഭകരമായി എന്ന് കണ്ടുകൊണ്ട് തന്നെ അവിടേക്ക് അവരെ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള റിസോഴ്സ് എടുത്തിട്ടാണ് ഈ അലൂമിനിയം ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പം അവർ എവിടെ നിന്നാണോ ആ റിസോഴ്സ് എടുത്ത് ഇവിടേക്ക് വിന്യസിക്കുന്നത് അവിടെയുള്ള സാധന സേവനങ്ങളുടെ സപ്ലൈ അവിടെ കുറയാണ് ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി ഈ ഒരു ഷോർട്ടേജ്, താരിഫ് കൊണ്ട് ഉണ്ടാകുന്ന ഈ ഒരു ഷോർട്ടേജ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാന്നല്ലാതെ ഒരിക്കലും ഇല്ലാതെയാവുന്നില്ല. ഇപ്പൊ നെറ്റ് എഫക്ട് എങ്ങനെ വന്നാൽ ഇപ്പൊ സപ്ലൈസ് അമേരിക്കയിലുള്ള ആളുകൾ ഈവൻ പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പോലും താരിഫ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിട്ടാണ് എക്കണോമിയിൽ സംഭവിക്കുന്നത്. ഈ താരിഫ് പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കോർപ്പറേറ്റ് ടാക്സ് എന്നൊക്കെ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ്.
ഈ കോർപ്പറേറ്റുകൾക്ക് ടാക്സ്, ഇപ്പൊ ഇന്ത്യയിലെ കേസ് തന്നെയാണെങ്കിൽ കോർപ്പറേറ്റുകളുടെ ടാക്സ് കുറച്ച് വെക്കുന്നു, മറ്റുള്ളവരിൽ നിന്ന് ടാക്സ് കൂടുതൽ മേടിക്കുന്നു എന്നുള്ള കാര്യം. അമേരിക്കയിലാണെങ്കിലും കോർപ്പറേറ്റ് ടാക്സും ഇതേപോലെ ഒരു വിവാദ വിഷയം തന്നെയാണ്. അപ്പം രോഹിത്, ഈ കോർപ്പറേറ്റ് ടാക്സിന്റെ കാര്യത്തിൽ എന്തായിരുന്നു ട്രംപിന്റെ നടപടികൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു? നമസ്കാരം. സോ കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വിഷ്ണു ടാരിഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത കുറച്ച് പോയിന്റ്സിന്റെ ഒരു തുടർച്ചയായിട്ട് ഞാൻ പറയാം. ഇപ്പൊ ടാരിഫ്സ് നല്ലതാണെന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി എങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും ഈ വലതുപക്ഷ റിപ്പബ്ലിക്കൻ അല്ലെങ്കിൽ കുടിയേറ്റ വിരുദ്ധ ഇങ്ങനെയുള്ള വീക്ഷണങ്ങൾ വെച്ച് പുലർത്തുന്ന പല ആൾക്കാർക്കും ഉണ്ടാവുന്ന എങ്ങനെയെന്ന് വെച്ചാൽ, ഫോറിനേഴ്സ്, ഒരു ഫോറിൻ ഗുഡ്സ്, അതായത് ചൈനീസ് ഗുഡ്സ്, ഇപ്പൊ നമ്മൾ അമേരിക്കയിലാണെന്ന് ഇരിക്കുമ്പോൾ ചൈനീസ് ഗുഡ്സ് വരുന്നു, അപ്പൊ നമ്മൾ ചൈനീസ് ഗുഡ്സിനെ ടാക്സ് ചെയ്താൽ നമുക്കല്ലേ ഗെയിൻ ഉണ്ടാവുക എന്നുള്ളൊരു ഇതായിരിക്കും, എന്നുള്ളൊരു ആ ചിന്താഗതിയാണ് വരുന്നത്. പക്ഷെ വിഷ്ണു പറഞ്ഞതുപോലെ അവിടെ സംഭവിക്കുന്നത്, ചൈനീസ് ആൾക്കാരെ പീനലൈസ് ചെയ്താൽ, ചൈനീസിന്റെ മാനുഫാക്ചറേഴ്സിനെ പീനലൈസ് ചെയ്താൽ അമേരിക്കൻ മാനുഫാക്ചറേഴ്സിന് ഈസിയർ കോമ്പറ്റീഷൻ ഉണ്ടാവുന്നു. അങ്ങനെ അമേരിക്കയുടെ കമ്പനീസ് ഒരു നല്ല ഹെൽത്തി കോമ്പറ്റീഷൻ അകറ്റി നിർത്തുകയാണ് അത് കൂടെ ചെയ്യുന്നത്. അപ്പൊ ആ കോമ്പറ്റീഷൻ മോശമാവുന്നതിൽ കൂടെ അവർക്ക് തന്നെ സ്വയം നന്നാവാനുള്ള ഇൻസെന്റീവ് കുറയുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അമേരിക്കൻ നേറ്റീവായ ഒരു മാനുഫാക്ചറേഴ്സ് ആയ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് വെച്ചോളൂ, മോട്ടോറോള ഫോർ എക്സാമ്പിൾ. ഇപ്പൊ മോട്ടോറോള എന്നില്ല ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, മോട്ടോറോള കംപ്ലീറ്റ്ലി അമേരിക്കൻ അല്ല. അപ്പൊ അങ്ങനെ അമേരിക്കൻ നേറ്റീവ് ആയിട്ടുള്ള ഒരു ഫോൺ മാനുഫാക്ചറർക്ക് വേറൊരു ചൈനീസ് ഫോണുമായിട്ട് കമ്പീറ്റ് ചെയ്യേണ്ട എന്നുള്ള സ്ഥിതി വന്നു കഴിഞ്ഞാൽ അവരുടെ ക്വാളിറ്റി റേസ് ചെയ്യാനുള്ള ഇൻസെന്റീവ് കുറയുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് എഫക്റ്റ് ആണ് ടാരിഫ് നഷ്ടം ഉണ്ടാകുന്നത്. അപ്പൊ ആ ചിന്താഗതി, ആ ഒരു കാര്യം മനസ്സിലാവുന്നില്ല. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ വരുന്നത് കോർപ്പറേറ്റ് ടാക്സിലേക്കാണ്. ഇപ്പൊ കോർപ്പറേറ്റ് ടാക്സ് ഏർപ്പെടുത്തുന്ന ആൾക്കാരുടെ ചിന്താഗതി എങ്ങനെയാന്ന് വെച്ചാൽ, ബേസിക്കലി ഇങ്ങനെയാണ്. ലോകത്തിൽ കുറെ സമ്പന്നരുണ്ട്, ദരിദ്രരുണ്ട്. ഈ സമ്പന്നർക്ക് ഒരുപാട് സമ്പത്തുണ്ട്, ദരിദ്രർക്ക് സമ്പത്ത് കുറവാണ്. ഈ സമ്പന്നരായ ആൾക്കാരെ ടാക്സ് ചെയ്തിട്ട് അവരുടെ ഇൻകം, അവരുടെ വെൽത്ത് എടുത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നു. അപ്പൊ ഈവൻ നമ്മളിപ്പോ അങ്ങനെ ഒരു ട്രാൻസാക്ഷനെ കംപ്ലീറ്റ്ലി ഓപ്പോസ് ചെയ്യാത്ത തന്നെ, പേഴ്സണലി ഞാൻ കംപ്ലീറ്റ്ലി അത് ഓപ്പോസ് ചെയ്യുന്നില്ല. ഒബ്വിയസ്ലി ടു സർട്ടൻ എക്സ്റ്റെന്റ് അങ്ങനത്തെ ഒരു ടാക്സിങ് ഞാൻ ഓപ്പോസ് ചെയ്യാത്ത ഒരാളാണ്. എന്നിരുന്നാലും ഇവിടെ ഉള്ള ഒരു ചിന്താഗതിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാന്ന് വെച്ചാൽ, കോർപ്പറേറ്റുകൾ വളരെ സമ്പന്നരായ ആൾക്കാര്, മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന, മറ്റുള്ളവരുടെ താഴ്ന്ന അവസ്ഥയ്ക്ക് കാരണക്കാരാവുന്ന ആൾക്കാർ എന്നാണ് കോർപ്പറേറ്റുകളെ കുറിച്ച് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് കോർപ്പറേറ്റ് എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു കൂട്ടം ആളുകളാണ്. കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് തന്നെയാണ് കോർപ്പറേറ്റ്, അല്ലാതെ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ ഒരു സംഭവം എന്നല്ല, ഒരു കൂട്ടം ഇൻഡിവിജ്വൽസ്. അപ്പൊ ഈ ഇൻഡിവിജ്വൽസിന് എന്താണ് പ്രത്യേകത? കുറെ ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെ റിച്ച് ആയ ആൾക്കാരുണ്ട്, പൂറായ ആൾക്കാരുണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ക്ലാസ്സും വേറെ ടൈപ്പ് ആൾക്കാരും ഉണ്ടല്ലോ. ഈ കോർപ്പറേറ്റ് സംബന്ധമായ ഒരു ബിസിനസ്, ബേസിക്കലി ഇറ്റ്സ് എ ബിസിനസ് ടാക്സ്. അപ്പൊ ബിസിനസ്സുകൾ എന്താണ് ചെയ്യുന്നത്? ഒരു കൂട്ടം ആളുകൾ കളക്റ്റീവ്ലി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ബിസിനസ്. എന്ത് ആക്ടിവിറ്റി? സോ ഒരു കൂട്ടം റിച്ച് ആൾക്കാർ കളക്റ്റീവ്ലി ചെയ്യാതെ വെറുതെ അവർ നടന്നു കഴിഞ്ഞാൽ ബേസിക്കലി അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കും, അവരുടെ അവർ റിസോർട്ടിൽ പോയി മേ ബി ലക്ഷറി കുറച്ച് ആസ്വദിക്കും, എൻജോയബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ഈ കോർപ്പറേറ്റ് എന്നുള്ള സ്പെസിഫിക് ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ അതൊരു വാല്യൂ ക്രിയേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. എന്തുകൊണ്ട് വാല്യൂ ക്രിയേറ്റിംഗ് എന്ന് വെച്ചാൽ, കുറെ പേർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബിസിനസ് നിലനിൽക്കുന്നതുകൊണ്ടുള്ള ഗുണം ആർക്കൊക്കെയാണ്? ബിസിനസ് കാരണം ജോലി കിട്ടുന്ന ആൾക്കാർക്കാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം, ബിസിനസ് നിലനിൽക്കുന്നതുകൊണ്ട്. അപ്പൊ നമ്മൾ ബിസിനസ്സിനെ ടാക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെസിഫിക്കലി, അതായത് റിച്ച് ആൾക്കാർക്കും പൂർ ആൾക്കാർക്കും ഒരു ടാക്സ് സ്ലാബ് ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. അതിന്റെ മേലെ സ്പെസിഫിക്കലി ഇങ്ങനെ ഒരു വാല്യൂ ക്രിയേഷൻ ആക്ടിവിറ്റി, അതായത് ബിസിനസിന്റെ ഒരു ആക്ടിവിറ്റി, മൂല്യവർദ്ധന ഉണ്ടാക്കുന്ന ഒരു ആക്ടിവിറ്റി, എംപ്ലോയ്മെന്റ് ഇത്രയും ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റി, സ്പെസിഫിക്കലി ഈ ആക്ടിവിറ്റിയെ സ്പെസിഫിക് ആയിട്ട് ടാക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ ഇൻസെന്റീവ് ടു ക്രിയേറ്റ് വാല്യൂ, ടു ജനറേറ്റ് എംപ്ലോയ്മെന്റ്, അപ്പോൾ മറ്റുള്ളവർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കാനുള്ള അവരുടെ ശേഷി, അതേപോലെ മൂല്യവർദ്ധന, പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള അവരുടെ കഴിവ്, ഇതെല്ലാത്തിനുമാണ് നഷ്ടം സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോഴും ഒരാളിപ്പോ ചിന്തിക്കുക എങ്ങനെയാന്ന് വെച്ചാൽ, ശരി, നിങ്ങളുടെ അതിനൊക്കെ ഇടിവുണ്ടാവും, പക്ഷെ
അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ കുറെ കാശ് എടുത്ത് ഇവർക്ക് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ കാശ് അത് തന്നെയാണ് പേഴ്സണൽ ഇൻകം. അതിനുവേണ്ടി പേഴ്സണൽ ഇൻകം ടാക്സ് ഓൾറെഡി ഉണ്ട്. അപ്പൊ നിങ്ങൾ അഡീഷണൽ ആയിട്ട് കോർപ്പറേറ്റ് ടാക്സ് ഇങ്ങനെ കോർപ്പറേറ്റ് ടാക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പെസിഫിക്കലി ഈ വാല്യൂ ക്രിയേഷൻ ആക്ടിവിറ്റി ആണ് ഹർട്ട് ആവുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ ആമുഖത്തിൽ ഇനി ട്രംപിന്റെ എങ്ങനെ റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ ട്രംപ് ടാരിഫ് നല്ലപോലെ കൊണ്ടാടുന്ന ആളാണ്. ഇപ്പൊ ട്രംപ് ചൈനയ്ക്ക് ടാരിഫ് കൂട്ടി, അത് മുമ്പും കൂട്ടിയിരുന്നു. മുമ്പ് ട്രംപ് കൂട്ടി, പിന്നീട് ബൈഡൻ വരെ പിന്നെ അത് അതിന്റെ തുടർച്ചയായിട്ട് ബൈഡനും കുറച്ച് കൂട്ടിയിരുന്നു ചൈന. അപ്പൊ ചൈനയിൽ ഓൾറെഡി ഇപ്പൊ വിഷ്ണു പറഞ്ഞ ഒരു 10% ടാരിഫ് എന്ന് പറഞ്ഞില്ല, അതിന്റെ ഓൾറെഡി അതിന്റെ മുമ്പ് തന്നെ കുറെ ടാരിഫ്സ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ എല്ലാം മേലെയാണ് ട്രംപ് ഇപ്പൊ 10% ടാരിഫ്സ് ഇമ്പോസ് ചെയ്യുന്നത്. അപ്പൊ ട്രംപ് ഈ 35% കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടായിരുന്ന 21% താഴ്ത്തി. അത് ട്രംപ് സ്വീകരിച്ച നയങ്ങളിലെ എക്കണോമിയെ ബന്ധപ്പെട്ട നയങ്ങളിലെ ഒരു ബെനിഫിഷ്യൽ ആയ ഒരു നയമാണ്. ഇപ്പൊ ടാരിഫ് എത്രമാത്രം ഹർട്ട്ഫുൾ ആവുന്നു, എക്കണോമിക്ക് ഹർട്ട്ഫുൾ ആവുന്നു എന്ന് വിഷ്ണു പറഞ്ഞു. ആൻഡ് നമ്മളെല്ലാവരും അത് മനസ്സിലാക്കുന്നു. അതിനൊരു കാരണങ്ങളുണ്ട്. കോർപ്പറേറ്റ് ടാക്സിന്റെ റിഡക്ഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കോൺവേഴ്സ്ലി അതൊരു ബെനിഫിറ്റ് ആണ് എക്കണോമിക്ക് നൽകുന്നത്, ഞാൻ പറഞ്ഞ കാരണങ്ങളുണ്ട്. കാരണം ഈ മൂല്യം ഉണ്ടാക്കുന്നതും എംപ്ലോയ്മെന്റ് കൊടുക്കുന്ന ആക്ടിവിറ്റിയെ സ്പെഷ്യലി ടാക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് കുറെ സ്റ്റഡി ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു കാര്യം. അതായത് കോർപ്പറേറ്റ് ടാക്സ് ഇസ് ദ മോസ്റ്റ് റിഗ്രസീവ് ടാക്സ് എന്ന് എക്കണോമിക്സിന്റെ ഒരു വളരെ ലെഫ്റ്റ് വിങ് അല്ലാത്ത ഒരു പക്ഷേ എല്ലാ എക്കണോമിക്സിനെ എടുത്തു നോക്കിയാൽ ആൾമോസ്റ്റ് ഒരു കൺസെൻസസ് ഉണ്ട് ആ ഒരു കാര്യത്തിൽ. ആൻഡ് അതിന് ഗുഡ് റീസൺ ഉണ്ട്. അപ്പൊ ട്രംപ് ചെയ്ത ഒരു കാര്യം നല്ലതായിരുന്നു. ട്രംപ് 1.0 ഒറിജിനലി 2017 വന്നപ്പോ ട്രംപ് ചെയ്ത കാര്യം. പിന്നെ അന്നേരം ബൈഡന്റെ ഒരു പ്രപ്പോസൽ അത് തിരിച്ച് 35% ആക്കും എന്നായിരുന്നു ബൈഡൻ പറയുന്നത്. പക്ഷെ ഒരു എന്തോ ഒരു നമ്പർ ഓഫ് ഇയേഴ്സ് എന്തോന്ന് കഴിയാതെ അവർക്ക് അത് ഉയർത്താൻ പറ്റില്ലായിരുന്നു. അങ്ങനെ എന്തോ ആണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്നുകൂടി പരിശോധിക്കാം. പക്ഷെ എന്നാലും അങ്ങനെ ഉയർത്താൻ കഴിഞ്ഞില്ല. അതിന് മുമ്പെയാണ് ട്രംപ് ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ ട്രംപ് ഇപ്രാവശ്യം എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ 21 വീണ്ടും താഴ്ത്താൻ ഉള്ള ഒരു ഇത് പറയുന്നുണ്ട്. പക്ഷെ വളരെയധികം താഴ്ത്തുന്ന പോലെ പറയുന്നില്ല. ഒരു 21 നിന്ന് 20% ആക്കും. അതിനെന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ വലിയ ഡിഫറൻസ് ഇല്ല. പക്ഷെ എന്തായാലും നമുക്കറിയാവുന്നത് ട്രംപിന്റെ കോർപ്പറേറ്റ് ടാക്സ് നയം നല്ലതാണ്. റിപ്പബ്ലിക്കൻസ് പാർട്ടിയുടെ പൊതുവായിട്ടുള്ള കോർപ്പറേറ്റ് ടാക്സ് നയം നല്ലതാണ്. ടാരിഫ് എത്രമാത്രം ഹർട്ട്ഫുൾ ആവുന്നു, അതേപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് ബെനിഫിഷ്യൽ ആണ്. പിന്നെ അതേപോലെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യത്തിനനുസരിച്ചിട്ട് ഇപ്പം നമ്മള് ഈ കാര്യങ്ങൾ രണ്ടും കോർപ്പറേറ്റ് ടാക്സിന്റെ ആണെങ്കിലും താരിഫിന്റെ ആണെങ്കിലും നമ്മൾ അതിനകത്ത് എക്കണോമിക് റീസൺസ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ആ ഒരു അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇവരിത് കാണുന്നെന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ചൈന എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ അമേരിക്ക ഈ പറഞ്ഞതുപോലെ ഈ മറ്റ് രാജ്യങ്ങൾ നന്നായി ചെയ്യുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്ത് ഓരോ രാജ്യം ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് രണ്ടു പേർക്കും കിട്ടും എന്നുള്ള നമ്മുടെ എക്കണോമിക് പ്രിൻസിപ്പിളിന്റെ ബേസിലല്ല അവർ പറയുന്നത്. ചൈനയുമായിട്ട് പല കാര്യങ്ങളിലും ഒരു ഓവർ ഡിപ്പെൻഡൻസി അമേരിക്കയ്ക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവർ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പ്രത്യേകിച്ചും ഈ ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് പലതും നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എനർജി സെക്ടറിലെ കാര്യമാണെങ്കിൽ തന്നെ, എനർജി ആണെങ്കിലും ഡിജിറ്റൽ ആണെങ്കിലും AI ആണെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ അമേരിക്കയും ചൈനയും തമ്മിൽ രണ്ട് തട്ടിലേക്ക് വരുമ്പോൾ ചൈന മുന്നേറാനുള്ള സാധ്യതയുണ്ടെന്നും അപ്പം അമേരിക്കയ്ക്ക് മോശം വരുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള ഇടപാടുകൾ നടക്കുന്നതെന്നും അതുകൊണ്ട് അവര് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് പറഞ്ഞത്. അത് ഇമ്പോർട്ട് ആണെങ്കിലും എക്സ്പോർട്ട് ആണെങ്കിലും. ഇപ്പൊ എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ AI കാര്യത്തിൽ ചൈന AI കാര്യത്തിൽ മുന്നോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് NVIDIA പറഞ്ഞിരിക്കുകയാണ് ഈ GPUസിന്റെ വലിയ കമ്പ്യൂട്ടിംഗ് പവർ ചൈനയ്ക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പല ചിപ്പുകളും ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ ഡീപ് സീക്ക് വന്നപ്പോഴൊക്കെ നമ്മൾ കണ്ട കാര്യമാണ് അവർക്ക് പല ചിപ്പുകളും അവർക്ക് കിട്ടി എന്നുള്ളത്. അപ്പൊ അതിനകത്ത് ഒരു കാര്യം പറയുന്നത് ഇത് എക്സ്പോർട്ടിന് മുമ്പ് കിട്ടിയ ചിപ്പുകളാണ് ഒന്ന് എന്ന് പറയുന്നുണ്ട്. രണ്ട്, ഒരു സ്മഗിൾ ചെയ്ത് കൊണ്ടുപോയതാണ്. അപ്പൊ എന്നിരുന്നാൽ കൂടെ ഇനിയും ചൈനയ്ക്ക് ചിപ്പ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ചൈനയ്ക്ക് അധികം മുന്നേറാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവരും ഉണ്ട് അമേരിക്കയിൽ. ഞാൻ പറഞ്ഞത് അമേരിക്കയിൽ റിപ്പബ്ലിക് പൊളിറ്റീഷ്യൻസിന്റെ കാര്യമല്ല പറഞ്ഞത്. അമേരിക്കയിൽ AI പ്രവർത്തിക്കുന്ന അവിടുത്തെ CEOs പറയുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഒരു മൈൻഡ് സെറ്റിലാണ് അവര് പലപ്പോഴും ഈ ചൈനയുമായിട്ടുള്ള ഡീലിനെ കാണുന്നത്. അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ചൈനയെ സഹായിക്കുന്ന രീതിയിലായിരിക്കരുത്. അപ്പൊ മറ്റു രാജ്യങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ചൈനയിലേക്ക് ചെയ്യും. ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളിലേക്കും ഈ പറയുന്ന പ്രത്യേകിച്ചും ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ കാര്യത്തിലൊക്കെ
ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ കാര്യത്തിനകത്തേക്ക് ഒരുപാട് വലിയ രീതിയിലേക്ക് താരിഫ് കൊണ്ടുവരിക, അല്ലെങ്കിൽ അമേരിക്ക കൊടുത്തിരുന്ന ടാക്സ് ഇളവുകളൊക്കെ ഒഴിവാക്കി വിടുക. കാരണം അമേരിക്ക ഇലക്ട്രിക് വെഹിക്കിൾസിൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അതിന്റെ അവസാനമായിട്ട് ഫലം കിട്ടുന്നത്, കാരണം അതിന്റെ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് ചൈനയായതുകൊണ്ട് ചൈനയ്ക്കാണ്. അപ്പം ആ ഒരു തരത്തിലാണ് അവരതിനെ കാണുന്നത്. അപ്പം ഇതിനകത്തേക്ക് പലപ്പോഴും ഒരു നാഷണലിസം കടന്നു വരുന്നുണ്ട്. എക്കണോമിക് പ്രിൻസിപ്പിളിന് ഉപരിയായിട്ട്. കാരണം പലപ്പോഴും നമ്മൾ താരിഫ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വായിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഒരു രാജ്യത്തെ വർക്കേഴ്സിനെയും അവിടുത്തെ പ്രൊഡ്യൂസേഴ്സിനെയും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ രാജ്യമാണല്ലോ താരിഫ് ഏർപ്പെടുത്തുക. ഇപ്പൊ ഇന്ത്യ നമുക്ക് ഒരു ലൈസൻസ് രാജ്യം ഇവിടെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വലിയ ഈ താരിഫുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മളത് എന്തിനാണ് അത് ചെയ്യുന്നത്? നമ്മുടെ ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനെന്നുള്ള രീതിയിലാണ്. അപ്പൊ അമേരിക്ക അത് പറയുന്നുണ്ടെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഇത് അവരതിനകത്ത് പറയുന്ന നാഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പൊ ഒരു പോളിസിക്കകത്തേക്ക് നാഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സംഭവം വരുമ്പോഴത്തേക്ക് അതിന്റെ കളറ് ഒരുപാട് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ എക്കണോമിസ്റ്റുകളാണെങ്കിൽ തന്നെയും ഈ പറഞ്ഞ താരിഫിനെ എതിർക്കുന്നവരാണെങ്കിൽ കൂടി പലപ്പോഴും ഇവരുടെ കൂടെ നിൽക്കുകയാണ് ചെയ്യുക, ഇതിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് പറഞ്ഞത്. അതെ, അത് ആക്ച്വലി എക്കണോമിക് ആർഗ്യുമെന്റ്സിനെക്കാട്ടും കൂടുതലായിട്ട് പൊളിറ്റിക്കൽ ആർഗ്യുമെന്റ് തന്നെയാണ് ആക്ച്വലി താരിഫിന്റെ കേസിൽ വന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം യു എസിൽ ഇപ്പം അവർ പറയുന്നത് ഇപ്പം സെക്യൂരിറ്റീസ് പരമായിട്ടുള്ള റീസൺ കൊണ്ട് ഇപ്പൊ അമേരിക്കയിലെ ഡിഫൻസ് എക്യുപ്മെന്റ്സിനൊക്കെ ഇപ്പൊ കൂടുതലായിട്ട് ചൈനനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ട്രാറ്റജിക്കലി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം അമേരിക്ക ഇപ്പം ചൈനയുടെ അടുത്ത് അമേരിക്ക സാധനം വാങ്ങുന്നത് അമേരിക്കക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഡീല് ചൈന കൊടുക്കുന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ വേറെ ഒരു കാരണം കൊണ്ടും അല്ല നമ്മൾ അമേരിക്ക ചൈനയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് അമേരിക്കക്കാർ. അപ്പം ഈ സെക്യൂരിറ്റീസിന്റെ റീസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവര് ഡിഫൻസിന്റെ കേസിൽ അവർ ചൈനയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ബയേഴ്സിന് നോക്കണം. അപ്പൊ അതിന്റെ അർത്ഥം നാച്ചുറലി അവർക്ക് ഇതിന് മുന്നേ ഉണ്ടാവുമായിരുന്ന കോസ്റ്റിനെക്കാട്ടും കൂടുതൽ കോസ്റ്റ് കൊടുത്തിട്ടായിരിക്കും അവർ സാധനങ്ങൾ വാങ്ങേണ്ടി വരിക എന്നുള്ളത്. അപ്പം മൊത്തത്തിൽ അവരുടെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ കൂടുതൽ കോസ്റ്റ്ലി ആവാണ് അവിടെ ചെയ്തത്. അപ്പം അവര് സ്ഥലത്തുനിന്ന് വാങ്ങിക്കുക എന്നുള്ളതില് അമേരിക്ക തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് അമേരിക്ക പോകുന്നുണ്ട്. എനിക്ക് മനസ്സിലായ പോലെ ഒരു എക്കണോമിക് ഡിസ്അഡ്വാൻറ്റേജ് വരും എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ അവിടെ അമേരിക്ക ആലോചിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിനേക്കാളും വലിയ അപകടമാണ് ഡിഫൻസ് പ്രൊഡക്റ്റുകൾ ഇവർക്ക് കിട്ടാതാകുക എന്നുള്ള പ്രശ്നം. ചെലവ് കൂടുക എന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ്, സമ്മതിച്ചു. പക്ഷെ ചൈന പലപ്പോഴും ഇപ്പൊ ചൈന ജപ്പാനും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു സീയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായപ്പോ ജപ്പാന് കൊടുക്കേണ്ട സാധനങ്ങൾ കൊടുക്കണ്ടെന്ന് ചൈന തീരുമാനിച്ചു. അപ്പൊ അമേരിക്കയും ചൈനയും തമ്മിൽ നേർക്കുന്നതിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും അമേരിക്കയുടെ മിലിറ്ററി എക്യുപ്മെന്റ്സ് അമേരിക്കയ്ക്ക് കിട്ടാത്ത തരത്തിൽ ചൈനീസ് പോളിസീസ് പ്രവർത്തിക്കുകയും വരുന്ന ഒരു അവസ്ഥ വന്നു എന്ന് കരുതാം. അപ്പൊ അത് അമേരിക്കയ്ക്ക് വളരെ വലിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും. അതിനേക്കാളും താഴെയുള്ള ഒരു പ്രശ്നം മാത്രമാണ് ഇവർക്ക് ഇതിന് ചെലവ് കൂടുമെന്നുള്ളത്. ഞാൻ പറഞ്ഞതിന്റെ ആ ഒരു പൊളിറ്റിക്സ് മനസ്സിലായോ? കാരണം ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രഗിൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വലിയ പവറിനെതിരെ നേരിടുമ്പം അവരാണ് നമുക്ക് ആയുധങ്ങൾ തരുന്നതെന്ന് വരുന്ന അവസ്ഥ വരികയും അവർ തരാതിരിക്കുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ ഇവർക്ക് അതൊരു വെറുതെയുള്ള പേടിയെന്ന് പറയാൻ പറ്റില്ല. അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇവര് ജപ്പാനോട് ചെയ്ത കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രവൃത്തി നാളെ ചൈന ചെയ്യും എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഇവർ പറഞ്ഞ നാഷണൽ സെക്യൂരിറ്റി എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. ഇപ്പൊ എനർജിയുടെ കാര്യത്തിൽ തന്നെ അതൊരു എനർജി എമർജൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ട്രംപ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയിലെ മാക്സിമം എല്ലാ തരത്തിലുള്ള എനർജി ഉപയോഗിക്കുക. അത് ഈ ഇലക്ട്രിക് അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ പറഞ്ഞ സോളാർ, വിൻഡ് എന്നുള്ളത് മാത്രമല്ല, ഫോസിൽ ഫ്യൂവൽസ് ആണെങ്കിലും കൂടുതൽ മൈൻ ചെയ്യുക, കൂടുതൽ അമേരിക്ക എനർജി ഇൻഡിപെൻഡന്റ് ആക്കി മാറ്റണമെന്ന് ഉള്ള രീതിയിലുള്ള എക്സിക്യൂട്ടീവുകൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഒരു സൈഡിൽ ചൈനയെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ചൈനയിൽ നിന്നുള്ള ഡിഫറൻസ് കുറയ്ക്കുന്നതിനൊപ്പം തന്നെ അമേരിക്ക അതിനനുസരിച്ച് ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് അതിൽ മനസ്സിലായിട്ടുള്ളത്. അതെ, പക്ഷെ ഈവൻ ഈ കോസ്റ്റ് ഡിഫൻസിന്റെ കേസിലായാലും അവർ കൂടുതൽ ഡിഫൻസിന് വേണ്ടി അവർ കോസ്റ്റ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അവർക്ക് ആ ഡിഫൻസിൽ തന്നെ കൂടുതൽ ശക്തമാക്കാൻ ആ പൈസ വേറെ കാര്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാറുണ്ട്. ആ പൈസയാണ് അവർക്ക് ആക്ച്വലി ഈ അമേരിക്കയിൽ ഈ എക്സ്ട്രാ കോസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് നഷ്ടമാകുന്നത്. അവർ ആക്ച്വലി ഇന്നോവേഷൻ ആയിട്ടാണ് അവരുടെ ഡിഫൻസ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഈവൻ സ്ട്രാറ്റജിക്കലി ഇപ്പം അവർ തരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം അമേരിക്ക ആ ഒരു റിസ്ക് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഒരു 2-3 മാസത്തേക്ക് ഇങ്ങനെ ആരെങ്കിലും തരാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസരിച്ച് സാധനങ്ങൾ ആദ്യം ഓർഡർ ചെയ്യാം. ഇപ്പം ടെൻഷൻ ഇല്ലാത്ത കാര്യങ്ങളിൽ. അപ്പൊ അങ്ങനെ കുറെ ആൾട്ടർനേറ്റീവ്സുകൾ അമേരിക്കയ്ക്ക് ഉപയോഗിക്കാം. ഇപ്പം മാത്രമല്ല അമേരിക്കന്റെ ആക്ച്വലി ഡിപ്പെൻഡൻസി, മിലിറ്ററി ഡിപ്പെൻഡൻസി ആക്ച്വലി അത്രയ്ക്ക് അധികം ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും ആക്ച്വലി
ഈ സ്റ്റീലിന്റെ കാര്യത്തിലായാലും ഒക്കെ അമേരിക്കയിൽ തന്നെ ആക്ച്വലി സഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈവൻ അതല്ലെങ്കിൽ പോലും അമേരിക്കയ്ക്ക് അതിനനുസരിച്ച് ഡിഫൻസിലെ ഈ ബാറ്ററി, ഇലക്ട്രിക് സ്റ്റോറേജ് എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് ചൈനയുടെ ഡിപ്പെൻഡൻസി അവർക്കുള്ളത്. ആ കാര്യങ്ങളിലാണ് ചൈനയ്ക്ക് ഡോമിനൻസ് ഉള്ളത്. അപ്പൊ അതിലാണ് അവർ ഒഴിവാക്കാൻ നോക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വിഷ്ണു ഈ പറഞ്ഞല്ലോ, ഈ ഇതിനകത്ത് ഈ എങ്ങനെ പോയാലും ഇവർക്ക് അവർ മര്യാദയ്ക്ക് ഡിഫൻസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൽ ലാഭം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ട്രംപ് ചെയ്യുന്ന മറ്റു കാര്യങ്ങളും അതുകൊണ്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവരൊരു സൈഡിൽ കൂടെ പലതരത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരുന്ന, പ്രത്യേകിച്ചും ഇവര് എല്ലാ രാജ്യങ്ങൾക്കും കൊടുക്കുന്ന എയ്ഡില് US എയ്ഡ് എന്ന് പറഞ്ഞ സംഭവത്തിനകത്ത് ഒരുപാട് വലിയ തരത്തിലുള്ള ഇത് കുറവ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ഒരുപാട് അനാവശ്യമായ സ്പെൻഡിങ്ങുകൾ ഇവർ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ബാലൻസിങ് രീതിയിലേക്കായിരിക്കും അവർ പോകുന്നത്. അപ്പം ഇവിടെ ചെലവാകേണ്ട പൈസ അനാവശ്യമായ മറ്റു ചെലവുകൾ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും മാനേജ് ചെയ്ത് പോകാനായിരിക്കും പോവുക. എന്ത് പറഞ്ഞാലും ഞാൻ വിഷ്ണുവിന് പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. എപ്പോഴും ഞാൻ പറഞ്ഞത് എന്താണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യവും അവര് ഈ എക്കണോമിക്സ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അവര് പ്രധാനമായിട്ട് കാണുന്നത് ഈ ഒരു ജിയോ പൊളിറ്റിക്സ് സ്ട്രഗിള് അത് എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളതാണ്. ആ ഒരു രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് പക്ഷെ ഇതേ ആർഗ്യുമെന്റ് ഉന്നയിക്കുന്ന താരിഫിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ പറയുന്ന വേറൊരു ആർഗ്യുമെന്റ് ആണ്, ഇപ്പൊ താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമേയുള്ള രാജ്യങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അമേരിക്കയിൽ വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ള ഈ ഒരു ഇൻസെന്റീവ് കൊടുക്കുന്നുള്ളതാണ് ഈ താരിഫിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇതേ കാര്യം, ഈ സ്ട്രാറ്റജിക്കൽ റീസൺസ് കൊണ്ട് പുറമേ നിന്നുള്ള ആൾക്കാരുടെ ഡിപ്പെൻഡൻസി കുറയ്ക്കണം എന്ന് പറയുന്ന അതേ ആളുകൾ തന്നെ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ആക്ച്വലി ഇത് രണ്ടും കോൺട്രഡിക്ടറി. ഇപ്പം പുറമേ നിന്നുള്ള രാജ്യങ്ങളിലെ ആളുകൾ അമേരിക്കയിൽ വന്ന് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെയും അവർക്ക് സെക്യൂരിറ്റി ത്രെട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അവർ പറയുന്നത് പുറമേ നിന്നുള്ള ആളുകൾ താരിഫ് കൂട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്ത് നേരെ വന്ന് അമേരിക്കയിൽ വന്ന് പ്രൊഡക്ഷൻ തുടങ്ങിക്കോളും, അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പം അതിലുള്ളൊരു ഐറണി ഞാൻ ജസ്റ്റ് ചൂണ്ടിക്കാണിച്ചു. ഓക്കെ, ഞാൻ ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അമേരിക്ക ഈ പറഞ്ഞ പോലെ ഒരു സൊവറിയൻ ഫണ്ട് രൂപീകരിക്കാൻ പോലെ, ഇപ്പൊ നോർവേക്കൊക്കെ ഒരു ഫണ്ട് ഉണ്ടല്ലോ, ഒരു ഓയിൽ ഫണ്ട്. അതുപോലെ നമ്മുടെ UAEക്കും സൗദിക്കും ഒക്കെ ഉള്ള പോലെ ഒരു ഫണ്ട്, അതേപോലെ അമേരിക്കയുടെ ഫെഡറൽ ഗവൺമെന്റും അതേപോലെ ഒരു ഫണ്ട് രൂപീകരിക്കാം എന്നുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡറും കൂടെ ട്രംപ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന പോലെ പലരും ഉന്നയിക്കുന്ന ഒരു ഡൗട്ട് എവിടുന്നാണ് അമേരിക്ക പൈസ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. അതിനകത്ത് ഒരു സംഭവം താരിഫാണ്. താരിഫിലൂടെ കിട്ടുന്ന പൈസ ഈ ഫണ്ടിൽ നിക്ഷേപിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ടാക്സ് കൂട്ടേണ്ടി വരും. അതെന്തായാലും ഒരു പോപ്പുലർ നിലപാടായിരിക്കില്ല. അപ്പൊ എങ്ങനെ ഇതിലേക്കുള്ള ഫണ്ട് കാരണം അമേരിക്കക്ക് ഒരുപാട് കടമുണ്ട്. അപ്പൊ അമേരിക്ക എങ്ങനെ ഈ ഫണ്ട് കണ്ടെത്തും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പം സോവറിയൻ ഫണ്ട് രൂപീകരിക്കാൻ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഉണ്ടാക്കി ഇത്ര ദിവസത്തിനുള്ളിൽ അതിനുള്ള പരിപാടി തുടങ്ങണമെന്നും കൂടെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഇതുപോലെ തന്നെ താരിഫ് പോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് 2-3 കാര്യങ്ങൾ. അതിൽ ഒന്ന്, നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പബ്ലിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം. എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ലോകം മുഴുവൻ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എഡ്യൂക്കേഷനെതിരെ, പബ്ലിക് എഡ്യൂക്കേഷനെതിരെ എന്തെങ്കിലും പറയാന്ന് പറയുന്നത് ഒരു ടാബുവാണ്. ആക്ച്വലി ആരും അങ്ങനെ ഒന്നും പറയാറില്ല. കാരണം നമ്മളെല്ലാവരും പബ്ലിക് എഡ്യൂക്കേഷനിലൂടെ പഠിച്ചു വന്നവരാണ്. അപ്പൊ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ തള്ളി പറയുന്നു എന്ന് പറയുന്നവരുണ്ട്. പാവങ്ങൾ വേറെ വഴിയില്ല. കാരണം വിദ്യാഭ്യാസം നേടുക, അതുവഴി ജീവിതം രക്ഷപ്പെടുക എന്നുള്ളതാണല്ലോ ഒരു ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം. അപ്പം അതിനെതിരെ എന്ത് പറയുന്നു എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. ഈ എഡ്യൂക്കേഷന്റെ കാര്യത്തിലും നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പോളിസി കാര്യങ്ങളൊക്കെ ഇവര് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ്. അത് ഒന്ന്, ഈ വൗച്ചർ സിസ്റ്റം എന്നുള്ള രീതിയിലേക്ക് പോകുക എന്നുള്ളത്. അപ്പം അമേരിക്കയിലെ ഈ പബ്ലിക് സ്പെൻഡിങ് എഡ്യൂക്കേഷനിൽ കുറച്ചതിന് ശേഷം നേരിട്ട് പേരൻസിന് ഇത് കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക. പൈസ അവർക്ക് നേരിട്ട് കൊടുത്തതിന് ശേഷം അവർക്ക് തീരുമാനിക്കാം ഏത് സ്കൂളിൽ പഠിക്കണമെന്നുള്ളത്. അതിനുശേഷം പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അവർ എന്തൊക്കെ ഈ സ്കൂള് അവർക്ക് തീരുമാനിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇങ്ങനെ ഈ വൗച്ചർ കിട്ടുന്ന അവർ പോകുന്ന സ്കൂളുകളിൽ ആ കരിക്കുലത്തിലൊക്കെ ഗവൺമെന്റ് വലിയ രീതിയിൽ മാറ്റം വരുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഇൻഡോക്ട്രിനേഷൻ ഒന്നും പാടില്ല. പ്രത്യേകിച്ച് അമേരിക്കൻ വാല്യൂസ് ഒക്കെ പഠിപ്പിക്കണം. അതായത് ഹാർഡ് വർക്ക്, അതുപോലെ ഫ്രീഡം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം പഠിപ്പിക്കേണ്ടത്. ഈ പറയുന്നത് പോലെയുള്ള ലെഫ്റ്റ് ഐഡിയോളജി, വലിയ തരത്തിലുള്ള ഇൻഡോക്ട്രിനേഷൻ നടക്കുന്നുണ്ട് അമേരിക്കയിൽ എന്ന് പറഞ്ഞാൽ ഈ വോക്കിസ്റ്റ് ഐഡിയോളജിയും
ജെൻഡർ ഐഡിയോളജി, ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ റേസ് തിയറി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പബ്ലിക് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അപ്പം ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. പകരം പേരൻസിന് ഇനേബിൾ ചെയ്യും, അവർക്ക് സെലക്ട് ചെയ്യാം എവിടെ പോകാന്നുള്ളത്. അപ്പൊ അത് ഓൾറെഡി ചില സ്റ്റേറ്റുകളിൽ ചെറിയ രീതിയിലുണ്ട് ഈ ഒരു പ്രോഗ്രാം, ഈ വൗച്ചർ സിസ്റ്റം ഉണ്ട്. അത് കൂടുതൽ സ്ഥലത്തേക്ക് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ട്രംപ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് ഈ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് DEI, അതല്ലേ ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ, അങ്ങനെയാന്ന് തോന്നുന്നു. അത് ഇൻക്ലൂസീവ്. അതെ. അപ്പൊ അത് അവിടുന്ന് മാത്രമല്ല, സ്കൂളുകളിൽ നിന്ന് മാത്രമല്ല, സ്കൂൾ ഒരു മേഖല, അവിടുത്തെ ഗവൺമെന്റ് ഓഫീസുകളിൽ നിന്ന്, അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന്, അതുപോലെ ആർമിയിൽ നിന്ന് പ്രധാനമായിട്ടും, ഇവിടുന്നെല്ലാം ഈ DEI പോളിസീസിൽ നിന്ന് അമേരിക്ക വളരെ വേഗത്തിൽ പുറകോട്ട് പോകാണ്. അത് വലിയൊരു മാറ്റമാണ്, വലിയൊരു പോളിസി ചേഞ്ചാണ്. DEI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈവേഴ്സിറ്റി, എക്വിറ്റി ആൻഡ് ഇൻക്ലൂസീവ്നെസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അപ്പം അതുകൊണ്ട് ആക്ച്വലി അർത്ഥമാക്കുന്നത് ഈ തൊഴിലിടങ്ങളിലും അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലെല്ലാം ഈ കൂടുതൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾ, വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറിൽ നിന്നുള്ള ആളുകൾ, അതുപോലെ തന്നെ കളറ്, സെക്സ്, റേസ്, അങ്ങനെ പലവിധമായിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന ആളുകൾ ഒരുമിച്ച് വർക്ക് പ്ലേസിൽ ഉണ്ടാവാനും അവർക്ക് എക്യൂറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഫെയർ ആയിട്ടുള്ളയും ജസ്റ്റ് ആയിട്ടുള്ളയും ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ള ഇതാണ് ഈ DEI കൊണ്ട് അവർ ആക്ച്വലി മുന്നോട്ട് പറയുന്നത്. പക്ഷെ ഈ ഒരു കാരണം വെച്ച് ഇവര് മുന്നോട്ട് പോകുമ്പോൾ ബേസിക്കലി സംഭവിക്കുന്നത് ഒരു പർട്ടിക്കുലർ വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ അണ്ടർ റെപ്രസെന്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവരെ കൂടുതലായിട്ട് എടുക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി കാണിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഇതിൽ സംഭവിക്കുന്നത്. ഇപ്പം ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ നാച്ചുറൽ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതൊരു നല്ല കാര്യമാണ്. ഇനിയിപ്പോ അതല്ല, പക്ഷെ ഒരു ഇന്ന പ്രൊപ്പോർഷനിലുള്ള ആളുകൾ എന്തായാലും ഒരു വർക്ക് പ്ലേസിൽ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഇതിപ്പോ സ്ത്രീകളാണെങ്കിലും സ്ത്രീകളെയും പുരുഷന്മാരുടെയും കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ മിനിമം 50% സ്ത്രീകൾ ഉണ്ടാവണം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഇത്ര വേണം, അങ്ങനെ ഒരു ഔട്ട്കം ഇത്ര ആയിരിക്കണം. നമ്മൾ ഇക്വാലിറ്റി ഓഫ് ഔട്ട്കത്തിനെ കുറിച്ച് മുന്നേ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലായി സംസാരിച്ചാണ്. അപ്പം അതേപോലെ തന്നെ അപ്പൊ ഒരു ഔട്ട്കം ഇത്ര ആയിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ മറ്റുള്ള ആളുകൾ, ഇപ്പൊ തൊഴിൽ കൊടുക്കാൻ വേണ്ടി പോകുന്ന സംരംഭകരും അല്ലെങ്കിൽ ആരായിരുന്നാലും, അപ്പൊ അവരുടെ പ്രോപ്പർട്ടീസിൽ അല്ലെ അവരുടെ തൊഴിലിൽ ആർക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനം അവർക്ക് കൊടുക്കാതെ കുറച്ച് ആളുകൾ കൂടി ഇരുന്ന് തീരുമാനിക്കുക, ഇത്ര പ്രൊപ്പോഷനിൽ നിങ്ങൾ ഇവരെ ഇന്ന ആളുകളെ എടുത്തേ തീരൂ എന്നുള്ളൊരു നിർബന്ധബുദ്ധി കാണിക്കുകയാണ് അവിടെ അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം ഇവർക്ക് ഇവരുടെ ചോയ്സ് നഷ്ടപ്പെടുകയാണ്. ഇപ്പൊ ഒരാൾക്ക് കാര്യമായിട്ട് ഒരാളെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഇന്നതായതുകൊണ്ട് അയാളെ ഒഴിവാക്കുകയും വേറെ ആളുടെ ബാക്ക്ഗ്രൗണ്ട് ഈ ഡൈവേഴ്സിറ്റി വേണം അല്ലെങ്കിൽ DEI വേണം എന്നുള്ള ഒരു കാരണം കൊണ്ട് മറ്റൊരാളെ എടുക്കാൻ വേണ്ടി നിർബന്ധിതരാകുകയാണ് ചെയ്യുക. അപ്പൊ അയാളുടെ ഇഷ്ടത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വേറെ ആളെ എടുക്കേണ്ട അവസ്ഥ വരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ആണ് പ്രശ്നം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വിവേചനം കാണിക്കുന്നതോടാണ് നിങ്ങൾ ഒഴിവാക്കി. ഇപ്പം റേസിന്റെ കാര്യത്തിലായാലും സ്ത്രീകളുടെ കാര്യത്തിലായാലും ഒക്കെ ഒരു കൂടുതൽ വൈറ്റ് ആയിട്ടുള്ള ആളുകൾ എടുത്താൽ അല്ലെങ്കിൽ കൂടുതൽ പുരുഷന്മാരുടെ റെപ്രസെന്റേഷൻ അവരുടെ കൂടുതലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്ന് ഒരു നെറേറ്റീവ് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവര് ഫോഴ്സ്ഫുൾ ആയിട്ട് ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആളുകൾ എടുക്കാൻ പറ്റാതെ വേറെ ഈ ഇക്വാലിറ്റി ഓഫ് ഔട്ട്കത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ DEI ഉണ്ടാക്കണം എന്നുള്ളൊരു നിർബന്ധം കാരണം അവർ ഫോഴ്സ്ഫുള്ളി മറ്റൊരാളെ എടുക്കാൻ വേണ്ടി തയ്യാറാവുകയും. അപ്പം അവിടെ ആക്ച്വലി അവിടെ സംഭവിക്കുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ തന്നെ. നമ്മളെ ഈ DEI കൊണ്ടുവരുന്ന ഈ ഡിസ്ക്രിമിനേഷൻ തടയാനാണെന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ റിവേഴ്സ് റേസിസം എന്ന് പറയുന്നത് അങ്ങനെ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ആണ് DEIയിൽ സംഭവിക്കുന്നത്. അപ്പം DEI എന്ന് പറയുന്ന ഒരു അനൗദ്യോഗിക റിസർവേഷൻ സിസ്റ്റം ആണെന്ന് പറയാം. അതായത് ഈ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുമുള്ള വിവേചനങ്ങളും നിലനിന്നിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് അതിനുശേഷം പുതിയ തരത്തിലുള്ള വിവേചനങ്ങൾ സൃഷ്ടിക്കുക. അതായത് മെറിറ്റ്, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഇൻഡിവിജ്വലിന്റെ മെറിറ്റ് നോക്കിയിട്ട് ഒരു ജോലി അയാൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് എടുക്കുന്നതിന് പകരം അയാളുടെ കാസ്റ്റ് എന്താണ്, ജെൻഡർ എന്താണ് എന്നതിന് നോക്കി ഒരു പെർസെന്റേജ് നോക്കിയിട്ട് ആ പെർസെന്റേജ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വർക്ക് ഫോഴ്സിനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള രീതിയിലേക്ക് പോകുക എന്നുള്ളത്, അതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ സംഭവം. അപ്പം ഇത് എല്ലാ മേഖലയിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതാണ് ട്രംപ് എടുത്തിരിക്കുന്ന തീരുമാനം. അതെനിക്ക് തോന്നുന്നു നമുക്ക് അനുകൂലിക്കാവുന്ന ഏറ്റവും നല്ലൊരു തീരുമാനമാണ്. പ്രത്യേകിച്ചും സ്കൂളുകളിൽ നിന്ന് ആ ഒരു പോളിസീസ് പോകുന്നു, വർക്ക് ഫോഴ്സിൽ നിന്ന് പോകുന്നു,
ആർമിയിൽ നിന്ന് പോകുന്നു. ഇവിടെ എല്ലാം ട്രംപ് ഇതിനു വേണ്ടിയിട്ട് തന്നെ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പം അതിനകത്തെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അമേരിക്കയിലെ സിവിൽ ലോസ് എല്ലാം എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണണമെന്ന് പറയുന്നതാണ്. ഈ DA എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള വിവേചനം തന്നെയാണ്, അത് എടുത്തു മാറ്റണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇത് എന്തായാലും ഇടതുപക്ഷ ഉള്ള ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടാൻ പോകുന്ന സംഭവമല്ല. അത് എന്തായാലും ഇത് ഒരുപാട് എതിർക്കുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും സംസാരിക്കാനോ എതിർക്കാനോ എന്നുള്ള ഒരു സമയം ട്രംപ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇപ്പൊ DA എന്ന് പറഞ്ഞ വളരെ നേരം ചർച്ച ചെയ്യേണ്ട, മെയിൻ സ്ട്രീം മീഡിയ ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ മെയിൻ സ്ട്രീം മീഡിയക്ക് ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ട്രംപിനോട് എതിരുള്ള പല മീഡിയാസും ഈ ഒരു വാർത്ത എഴുതി വരുമ്പോഴത്തേക്ക് ഇതിനേക്കാളും വലിയൊരു പ്രശ്നമായിരിക്കും അടുത്തത് വരുന്നത്. അപ്പൊ ഒരു DA പറ്റിയിട്ട് സംസാരിച്ച് വരുമ്പോഴത്തേക്ക്, ആർമിയിലെ DA പറ്റി സംസാരിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അടുത്ത എക്സിക്യൂട്ടീവ് ഓർഡർ അപ്പോഴത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഒരു പ്രശ്നം. ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയൊരു ഐറണി എന്താന്ന് വെച്ചാൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഡൈവേഴ്സിറ്റി എന്ന ഒരു കാര്യം ഏറ്റവും ഫലപ്രദമാവുന്നൊരു ഒരു ഏരിയ എന്താന്ന് വെച്ചാൽ ഡൈവേഴ്സിറ്റി ഓഫ് ഐഡിയാസ്, ആശയങ്ങളുടെ ഡൈവേഴ്സിറ്റിയാണ്. ഇപ്പൊ ഈ ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ ആൾക്കാർ പലപ്പോഴും തീരെ സപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യം കൂടിയാണ് ഈ ഡൈവേഴ്സിറ്റി ഓഫ് ഐഡിയാസ്. പലപ്പോഴും ഇപ്പൊ അഭിലാഷും വിഷ്ണുവും പറഞ്ഞ പോലെ ഒരു കോട്ട തയ്ക്കാൻ എന്നുള്ള പോലെ എല്ലാ ഒരു കേസിലും ഇന്ന ഒരു 20% എന്തെങ്കിലും നേറ്റീവ് അമേരിക്കൻ പോപ്പുലേഷൻ, 50% വൈറ്റ്, അങ്ങനെ എന്തോ ഒരു ഫിക്സ്ഡ് ആയ ഒരു രീതിയിൽ പോകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ അത് ഓക്കെ ആയിട്ട് ഭവിക്കാം. ലൈക്ക് ചില സമയങ്ങളിൽ അത്രയും പേരായിരിക്കും കറക്റ്റ് ആയിട്ട് വേണ്ടി വരും. പക്ഷെ വേറെ ചില സമയങ്ങളിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അത്രയും വേണ്ടാത്തൊരു, ഫോർ എക്സാമ്പിൾ ഇന്ന പെർസെൻറ്റേജ് ഓഫ് ബ്ലാക്സിനെ വേണമെന്ന് വെച്ചാൽ സംഭവിക്കുന്ന വെച്ചാൽ മെറിറ്റിന്റെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ചില സമയങ്ങളിൽ ബ്ലാക്സ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ ഒരു 40% ബ്ലാക്സ് ആയിരിക്കും ഒരു പക്ഷേ ഏറ്റവും ചില കേസസിൽ ഏറ്റവും അനുയോജ്യരായ ആൾക്കാർ. അപ്പൊ ഇത്രയും അനുയോജ്യരായ ആൾക്കാരെ തിരഞ്ഞെടുക്കാതിരിക്കുകയും അതിന് പകരം 25% മാത്രം ചൂസ് ചെയ്യുകയും, നേരെ മറിച്ച് വേറൊരു കേസിൽ 10% ബ്ലാക്സ് മാത്രം ആയിരിക്കും ചിലപ്പോൾ ഒരു കാര്യത്തിൽ അനുയോജ്യരായി വരുന്നത്. അതിന് പകരം കോട്ട ഫില്ല് ചെയ്യാൻ വേണ്ടി 25% തികയ്ക്കുകയും ചെയ്യാം. പക്ഷെ നേരെ മറിച്ച് ഡൈവേഴ്സിറ്റി ഓഫ് ഐഡിയാസ് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള ആശയങ്ങളോടുള്ള ഓപ്പൺനെസ്, ആ ഒരു പോസിറ്റീവ് എലമെന്റ് ഉണ്ട്. ഈ എല്ലാ ഡൈവേഴ്സിറ്റീസും, ഈ പറയുന്ന ഡൈവേഴ്സിറ്റീസ് ഒന്നും ഗവൺമെന്റ് ഫോഴ്സ് ചെയ്യേണ്ട കാര്യമല്ലെന്ന് ഞാൻ കംപ്ലീറ്റ്ലി അഗ്രി ചെയ്യുന്നു. എനിക്ക് തോന്നുന്ന ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ ഈ ഡൈവേഴ്സിറ്റി ഓഫ് ഐഡിയാസിന് ഞാൻ പറയാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ സംടൈംസ് ഇപ്പോൾ ഈ മൈനോറിറ്റി ഗ്രൂപ്പ്സിൽ നിന്ന്, ഇപ്പൊ ബ്ലാക്ക് ആവാം, LGBT ആവാം, ഇങ്ങനത്തെ ഉള്ള ഗ്രൂപ്പ്സിൽ നിന്ന് ചില ആൾക്കാർ ഉയർന്നു വരും. അവർ ചിലപ്പോൾ പറയുന്ന വ്യൂസ് ചിലപ്പോ ഈ DIക്കെതിരെ ആയിരിക്കും പറയുന്നത്. ഇപ്പൊ ഈ പറയുന്ന DIക്കെതിരായിട്ടുള്ള വ്യൂസ് അവർ പറയുമ്പോൾ അവര് വൈറ്റ് സുപ്രീമാസിന്റെ ലാബ് ഡോഗ്സ് ആണ്, എന്താ പറയാ, അവരുടെ ബൂട്ട് ലിക്കേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പിന്തള്ളുകയാണ് ചെയ്യുന്നത്. സോ അവരുടെ റേസോ അവരുടെ സെക്ഷൽ ഓറിയന്റേഷനോ എന്ത് തന്നെ ഈ പറയുന്ന ഡൈവേഴ്സിറ്റി മൈനോറിറ്റി എന്നൊരു വിഭാഗത്തിൽ പെട്ടാൽ പോലും അവരുടെ വ്യൂസ് പിന്തള്ളപ്പെടുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. സോ അതാണ് ഇതിലെ ഒരു ഹിപ്പോക്രസി, ഈ ഡൈവേഴ്സിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അതിലേറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ തോമസ് ഓവല്. പുള്ളി സ്വയം ബ്ലാക്ക് ആണെങ്കിലും പുള്ളിയെ ആരും അങ്ങനെ അംഗീകരിക്കില്ല. പുള്ളി പറയുന്നത് ഒന്നും ഈ ലെഫ്റ്റിസ്റ്റ് ആൾക്കാർ എടുക്കില്ല. പുള്ളിക്ക് ബ്ലാക്ക് ആണെന്നുള്ള യാതൊരു ആനുകൂല്യം അവർ തരില്ല. കാരണം പുള്ളി പറയുന്ന ഐഡിയാസ് അവര് കേൾക്കാൻ ആഗ്രഹിക്കാത്ത, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. ഉള്ളതുകൊണ്ട് തന്നെ പുള്ളി എങ്ങനെയെങ്കിലും പല കാരണങ്ങളും പറഞ്ഞ് ക്യാൻസൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അവർ കിണഞ്ഞ് ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ ഈ DAന്റെ കാര്യം പറഞ്ഞുകൊടുത്തപ്പോൾ തന്നെ നമുക്ക് DAന്റെ ആക്ച്വലി മെയിൻ ആയിട്ടുള്ള ഒരു വാദം എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ തടയാൻ വേണ്ടി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡിസ്ക്രിമിനേഷൻ ഇപ്പം ഒരു മാർക്കറ്റിൽ ഇപ്പം ഒരാൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റും അയാൾ തന്നെ വഹിക്കേണ്ടി വരിക എന്നുള്ള അവസ്ഥയാണ് മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. അപ്പം കഴിവില്ലാത്ത ഒരാളെ ഞാൻ എന്റെ വീട്ടിൽ ജോലിക്ക് വെക്കുകയാണ്, അയാൾ വൈറ്റ് ആണ് അല്ലെങ്കിൽ എന്റെ ജാതിയാണ് അല്ലെങ്കിൽ ഒരു ആണാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിവില്ലാത്ത ഒരാളെ ഞാൻ ജോലിക്ക് വെക്കുകയും കഴിവുള്ള ഒരു ബ്ലാക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ താഴ്ന്ന ജാതിയായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീ ആയിട്ടുള്ള അങ്ങനെ ഒരാളെ ഞാൻ പുറന്തള്ളുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു പർട്ടിക്കുലർ ബയാസ് കൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ആ ഒരു ബയാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉയർന്ന ശമ്പളം കൊടുത്ത് കുറഞ്ഞ കഴിവുള്ള ഒരാളെയാണ് ഞാൻ ജോലിക്ക് വെക്കുന്നത്. അപ്പൊ അതിന്റെ നഷ്ടം ഞാൻ തന്നെയാണ് സഹിക്കേണ്ടത്. അപ്പം ഞാൻ ആ ഒരു റേസിസ്റ്റ് അല്ലെങ്കിൽ സെക്സിസ്റ്റ് മനോഭാവമുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നഷ്ടം സഹിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അത് എത്രത്തോളം എനിക്ക് ലോങ്ങർ ടൈമിൽ കൊണ്ടുപോകാൻ കഴിയും, എത്രത്തോളം ആളുകൾക്ക് അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നുള്ളതാണ്
ചോദ്യം. അപ്പൊ മാർക്കറ്റിൽ തന്നെ അങ്ങനെ ആ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു മോശം സ്വഭാവം കാണിക്കുന്ന, ഒരു കഴിവിനുപരിയായിട്ട് കൂടുതലും സ്വന്തം ബയാസുകൾക്ക് അനുസരിച്ച് തീരുമാനം എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിപ്പം ഈ വൈറ്റ് ആയിട്ടുള്ള ഒരാൾ ബ്ലാക്കിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ച് ബ്ലാക്സിന് ഇതേപോലെ തന്നെ സ്വന്തം ജാതികളുള്ള ആളുകൾക്ക് ഒരു സ്വത്വബോധം ഉണ്ടാവും. അപ്പൊ അവരും സ്വന്തം ബ്ലാക്സിനെ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുകയും വൈറ്റ്സിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയും ചെയ്താലും, രണ്ട് രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അവര് തെറ്റായിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ കോസ്റ്റ് അവർ തന്നെ വഹിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിങ്ങൾ ഒരു DAയും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പോലും കഴിവുള്ള ആളുകളെ പിന്തള്ളി കഴിവില്ലാത്ത ആളുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് ആ തീരുമാനം എടുത്ത ആൾ തന്നെ വഹിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവുക. എന്നാൽ നേരെ മറിച്ച് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഡിസ്ക്രിമിനേഷന് വേണ്ടി തീരുമാനം എടുക്കുന്ന ആളുകൾ അതിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല. അവർക്ക് അങ്ങ് പറഞ്ഞു പോയാൽ ബാക്കിയുള്ള ആളുകളാണ് അതിന്റെ കോൺസിക്വൻസ് ഒക്കെ അനുഭവിക്കേണ്ടി വരിക.